സണ്ണിക്കുട്ടി എബ്രഹാം, ഉമ്മൻചാണ്ടിയുടെ കാലം സാക്ഷിയുടെ പിന്നണിയിൽ താങ്കൾ ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണല്ലോ. ആത്മകഥ രചന പലരും ഈ രീതിയിലൊക്കെ തന്നെയാണ് നടത്തുന്നത്. അതിന് സഹായികളൊക്കെ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ EP ജയരാജൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമാണോ? വിശ്വസിക്കാൻ കഴിയുന്നതാണോ? രേണുക, ഇക്കാര്യത്തിൽ ശ്രീ EP ജയരാജന് പറയുന്ന കാര്യങ്ങൾ 95% പോലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. കാരണം എനിക്കിതിൻ്റെ വസ്തുതകൾ ഏതാണ്ട് കുറേയൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഇതിനെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ അല്ല സംസാരിക്കുന്നത്. ഈ ആത്മകഥാ രചന എന്ന് പറയുന്നത് DC-യുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് സംബന്ധിച്ച ഇടപാടുകൾ ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ട് പുറത്തേക്ക് വന്നത് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയപ്പോൾ ചില ചോദ്യങ്ങൾ പത്രലേഖകരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ആത്മകഥ എഴുതുന്നുണ്ട്, അതിൽ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരും, അപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞതാണ് നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ ഒരു കാര്യം. പക്ഷേ ഇത് 1.5 വർഷമായിട്ട് ഇത് DC-യുമായിട്ട് ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി സംബന്ധിച്ച ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കൊടുത്ത ഒരു മാനുസ്ക്രിപ്റ്റ് അല്ല, DTP കോപ്പി, അത് വെറും 80 പേജ് മാത്രം ഉള്ള ഒരു ഇതായിരുന്നു. ഒരു 80 പേജിൽ EP ജയരാജനെ കുറിച്ചൊരു അല്ലെ അതുപോലെ ഈ കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ച ഒരാളെ പറ്റി ഒരു 80 പേജിലൊരു ആത്മകഥ എന്ന് പറഞ്ഞത് അത് അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും ചർച്ചകൾ നടത്തുന്നു, വീണ്ടും കൂടുതൽ മാറ്ററുകൾ എഴുതുന്നു, കൂടുതൽ വിഷയങ്ങൾ അതിനകത്ത് വരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇതങ്ങനെയാണത്. ഇപ്പം നമ്മൾ സ്വന്തം നിലയ്ക്ക് ആത്മകഥ എഴുതുന്നില്ലെങ്കിൽ, ഇപ്പം താങ്കൾ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയെ പറ്റി പറഞ്ഞു. ഞാൻ അദ്ദേഹവുമായിട്ട് ഒരു 3 വർഷം നീണ്ടു നിന്ന സംഭാഷണത്തിൻ്റെ ഫലമായിട്ടാണ് ആ പുസ്തകം ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ചുകൂടെ വിശദീകരിക്കേണ്ടതാണ്, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ലൈബ്രറിയിൽ പോകുന്നു, പത്രങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നോക്കുന്നു, നിയമസഭാ രേഖകൾ നോക്കുന്നു. അങ്ങനെ ഇത് ഉമ്മൻചാണ്ടിയോട് വീണ്ടും ഇതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ വെർഷൻ പറയുന്നു. അങ്ങനെ ഏതാണ്ട് 3 വർഷം കൊണ്ട്, ഇതിനിടയ്ക്ക് കോവിഡൊക്കെ വന്നുകൊണ്ടാണ് അദ്ദേഹം കോവിഡ് ചികിത്സയിലായി. അവസാനം അദ്ദേഹം മരണത്തിന് കാരണമായ രോഗത്തെപ്പറ്റി അല്ല പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് 3 കൊല്ലം എടുത്തത്. അപ്പം ഇത് അദ്ദേഹം 3 തവണ വായിച്ചിട്ട് അപ്രൂവ് ചെയ്തതാണ് അവസാനം മാതൃഭൂമിയിൽ നമ്മുടെ പ്രസ്സിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. ഇവിടെയും ഏതാണ്ട് അത് തന്നെയാണ് നടന്നത്. ദേശാഭിമാനിയിലെ കണ്ണൂർ ബ്യൂറോയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇവിടെ പറഞ്ഞില്ല, കാരണം അതൊന്നും ഇവിടെ വിഷയമാക്കേണ്ട കാര്യമില്ല, അദ്ദേഹമാണ് ഇത് എഴുതിയത് എന്ന് പറയുന്നത്. അങ്ങനെ ഈ മിനിഞ്ഞാന്ന്, അതായത് പോളിംഗ് ദിവസമാണല്ലോ ഇത് പത്രങ്ങളിൽ വരുന്നത്, അതിന് 3 ദിവസം മുമ്പും ശ്രീ EP ജയരാജനുമായിട്ട് DC ബുക്സിന്റെ പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. ഇത് ഞാൻ അന്വേഷിച്ച് അറിയുന്നതിന്റെ പുറത്ത് പറയുന്നതാണ്, അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നതല്ല. അപ്പൊ അതിന്റെ റിലീസിനെ പറ്റി പറയുന്നു. അപ്പോൾ DC ബുക്സ് ഇത് ഇന്നലെ പ്രസിദ്ധീകരിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്രിയ സത്യങ്ങളും തുറന്നു പറച്ചിലുമായി അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ പേര് കട്ടൻ ചായയും പരിപ്പുവടയും, അങ്ങനെ ഒരു പുസ്തകം വരുന്നു, ഉടനെ പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നീട് ഇത്തരം ആത്മകഥകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ പുസ്തകം വായനയുമായി ഒക്കെ ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം ഇത്. കാരണം അത് പുസ്തകമായിട്ട് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചിലപ്പോൾ ഒരു പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഏറെ ചർച്ചയാകാവുന്ന വിവാദമായ വിഷയങ്ങൾ അതിന് പുറത്തേക്ക് കൊടുക്കും. അത് പബ്ലിഷേഴ്സ് അതെല്ലാവരും ചെയ്യുന്നത്, അത് മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, മറ്റെല്ലാ ഭാഷകളിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഒരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇത് പറ്റിയ ദിവസമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കരാറുണ്ടോ എനിക്കറിഞ്ഞുകൂടാ, അവർ തമ്മിൽ കരാറുണ്ടോ? കരാറിന്റെ സണ്ണിക്കുട്ടി എബ്രഹാം, ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇന്ന പരാമർശങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട്, ഇന്ന ഉള്ളടക്കമുണ്ട് എന്നതിന്റെ സൂചനകൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഈ ഫുൾ PDF പുറത്തു വരുന്നത് ഏതെങ്കിലും തരത്തിൽ പബ്ലിഷേഴ്സ് അതിന് തയ്യാറാകുമോ?
ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഈ എത്ര പേജാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ മുഴുവൻ പേജുകളും പുറത്ത് വന്നോ? PDF ആയിട്ട് വന്നോ? 180ഓളം പേജ് പുറത്തു വന്നു. ഞാൻ അറിയാൻ ചോദിക്കാണ്, പുസ്തകത്തിന്റെ മുഴുവൻ പറഞ്ഞല്ലോ 80 പേജുകളല്ല, 180ഓളം പേജുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം തയ്യാറാക്കി കൊടുത്തത് 80 പേജാണ്. എത്ര പേജാ? 180ഓളം പേജുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എത്ര പേജാണ്? അതിലൊക്കെ കൂടുതൽ ഉള്ള പുസ്തകമാണ്. അത് മാത്രമല്ല, ഇത് പൂർണ്ണമാക്കിയിട്ടില്ല, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് എന്നൊന്നും പറയുന്ന ഒരു അർത്ഥവുമില്ല. കാരണം നമുക്കറിയാം, നീലേശ്വരത്തെ ഒരു വെടിക്കെട്ടപകടം വരെ ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. സരിന്റെ സ്ഥാനാർത്ഥിത്വം അതാണല്ലോ ഏറ്റവും കൂടുതലൊരു പ്രശ്നമായത്. ഇന്നലെ അത് പുറത്തു വന്നപ്പോൾ അത് ഏറ്റവും പ്രശ്നമായത് സരിന്റെ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഗവൺമെന്റിനെ പറ്റി പറയുന്നു, പാർട്ടിയെ പറ്റി പറയുന്നു, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം പറയുന്നു. അതൊക്കെ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആര് കൊടുത്തു എന്നുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, എനിക്ക് അതിന്റെ വിശദാംശങ്ങളില്ല. പക്ഷേ ഈ പുസ്തകം വരാൻ പോകുന്നു. ഞാനൊരു ചെറിയ തോതിൽ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ മുതൽ തന്നെ അന്വേഷിക്കുകയും അതിന്റെ പ്രസിദ്ധീകരണം എത്രത്തോളമായി എന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്ത് വെറും അക്കാഡമിക് താല്പര്യം കൊണ്ട് ഞാൻ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകം പൂർണ്ണമായിട്ട് തയ്യാറാക്കി അത് DC ബുക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ശ്രീ EP ജയരാജന് നന്നായിട്ട് അറിയാം. അതിന്റെ ടൈറ്റിൽ എന്താണെന്നറിയാം, അതിന്റെ കവർ എന്താണെന്നറിയാം. ഒരു കവറൊക്കെ നമ്മൾ ഈ കരാറില്ലാതെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഒരു കവറൊക്കെ എഴുത്തുകാരനുമായി അല്ലെങ്കിൽ രചയിതാവുമായി ചർച്ച ചെയ്യാതെ നമ്മൾ തീരുമാനിക്കില്ലല്ലോ. ഇതെല്ലാം നടന്നതാണ്. പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കുറെ ഇതിന്റെ കണ്ടന്റ് ഉള്ളടക്കം പുറത്തേക്ക് വന്നത് തെരഞ്ഞെടുപ്പ് ദിവസമായി. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു കാര്യമല്ല, പാർട്ടിക്ക് സുഖകരമായ കാര്യമല്ല. തെരഞ്ഞെടുപ്പിന്റെ അന്ന് വരുന്നത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. EP ജയരാജ് കേക്ക്, ഏതൊക്കെ തരത്തിലുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് താങ്കൾ സൂചിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ DC ബുക്സിന്റേതായിട്ട് വന്ന രവി DCയുടെ പ്രതികരണം വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ നിലപാട് ഫേസ്ബുക്കിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, സമൂഹ മാധ്യമം വഴി പറഞ്ഞത് മാത്രമാണ് പറയാനുള്ളത്, കൂടുതൽ പ്രതികരണത്തിനില്ല, ഞങ്ങൾ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, രാഷ്ട്രീയ പാർട്ടികളോട് നേതാക്കളോട് ബഹുമാനമാണ്, ഇത്ര മാത്രമാണ് പറയുന്നത്. നോക്കൂ, എത്ര ഗുരുതരമായ ആരോപണമാണ് DC ബുക്സിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ ഇത് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എങ്കിൽ, ഇതിനൊരു കരാറുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടെങ്കിൽ, ഈ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ നിലയിലൊക്കെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടേ DC ബുക്സ്? അവർക്കതിനുള്ള ബാധ്യതയില്ലേ? രേണു അതിനകത്ത് രവി DCയുടെ ഇന്ന് ഷാർജയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളോ ഞങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരോ ഒന്നുമില്ല, ഞങ്ങളൊരു പുസ്തക പ്രസാധകരാണ്, ഫെസിലിറ്റേറ്ററാണെന്ന് പറയുമ്പോൾ ഇതിനെ ഇവർ കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി? അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? ഈ പുസ്തകം ഇറക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അതും മറ്റ് വിവാദങ്ങളിൽപ്പെട്ട് കുഴപ്പത്തിലേക്ക് പോകാതെ അവരതിൽ നിന്നൊരു ഭാഗമാകുന്നില്ല. അത് മാത്രമേ DC ചെയ്യുന്നത്. ഈ പുസ്തകം എന്ന് പറയുന്നത് അച്ചടിക്കാൻ തീരുമാനിച്ചതാണ്, അത് DCക്ക് കൊടുത്തതാണ്. മാതൃഭൂമിയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, മറ്റ് പ്രസിദ്ധീകരണക്കാരെങ്കിലും ചോദിച്ചു. ഇത് DCക്ക് കൊടുത്ത പുസ്തകമാണ്. പിന്നെ കരാർ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് രവി DCക്കും പിന്നെ EP ജയരാജനും മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ രവി DC ആണ് അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കരാർ നേരത്തെ വയ്ക്കും. അതാണ് റോയൽറ്റി എത്ര കോപ്പി അടിക്കണം, പിന്നെ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു നിശ്ചിത വർഷത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ എഡിഷനിൽ 1000 കോപ്പിയാണ് 2000 കോപ്പിയാണ് പറയുന്നതെങ്കിൽ അതിന്റെ സെയിൽസ് തീരുന്നത് വരെ അതായിരിക്കും ആ പ്രസാധകന് ഉള്ള പിന്നെ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ എഡിഷന്റെ കാര്യത്തിൽ. പിന്നീട് അത് തുടർച്ചയായിട്ട് അത് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ വേണമെങ്കിൽ കരാർ നേരത്തെ വയ്ക്കാം. പക്ഷെ ഇതൊരു ധാരണയില്ലാതെ ഞാനൊരു പുസ്തകം DCക്ക് കൊടുത്താൽ അതിന് തമ്മിലൊരു ധാരണയോ കരാറുണ്ടാവുന്നതാണ് ശരി. ധാരണയില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോവില്ല. പക്ഷെ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന നിലയിൽ ഇത് പുറത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും DCക്കും അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.
അവരത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ ഇത് കോൺഗ്രസ്സുകാരായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് VD സതീശന ഇതൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് EP ജയരാജനും DC ബുക്സുമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ആ ഏർപ്പാടിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടോ അത് നമുക്കറിഞ്ഞുകൂടാ. അവർ സ്വാഭാവികമായിട്ട് ഇതിന്റെ മാർക്കറ്റിങ്ങിന് പറ്റിയ തന്ത്രം, സമയം എന്ന നിലയിലായിരിക്കാം ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിട്ടത്. ശരി, അതാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ NM പിയേഴ്സൺ,